ഇതെന്ത് എന്താടാ ഇതെന്തോ ബ്രോ? മച്ചാൻ എന്ത് പറ്റി? ബ്രോ ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എന്താ എവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഈ ബ്രോ സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റാർട്ട് ആവുന്നു. എവിടെ മച്ചാനെ? നോക്കട്ടെ ഒന്ന് മാറും മച്ചാനെ. ഒന്ന് മാറി. ടെക്നീഷ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ബ്രോയ്ക്ക് ഓട്ടി ഇറങ്ങിയതാ മതിയായിരുന്നു കേട്ടാ. പക്ഷേ ഓണാവുന്നുണ്ടോ ബ്രോ? ഇല്ല ബ്രോ, നോക്കട്ടെ. അടിച്ചു പോയാ ബ്രോ? മച്ചാൻ ഇതില് കീ ഇല്ലല്ലേ വണ്ടിയില്, എങ്ങനെ പിന്നെ സ്റ്റാർട്ട് ആവും? അല്ല, കീ ഉണ്ട്, ഞാൻ ഈ ബ്രോ കൊടുത്തിട്ടുണ്ട് കീ. കൊണ്ട് എന്താ സോറി. ഈ കീ താണ്ട് ഈ ബ്രോയുടെ ഉണ്ട് ബ്രോ. കീയോടെ കീ കളഞ്ഞല്ലേ? ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ മാത്രം എന്താ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. മച്ചാനെ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്, കേറി അങ്ങ് ഓടിച്ചാ മതി. താങ്ക് യു ബ്രോ. ബ്രോയുടെ പേരെന്ത്? സാനി. സെനിന. ബ്രോ കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് പറയണം ബ്രോ. അറിയില്ല. അതിയല്ലേ പറഞ്ഞ കഴിവില്ലാന്ന്. കഴിവുള്ള ആള് പറഞ്ഞ. ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ വണ്ടി ശരിയാക്കിയിട്ട്. പിന്നെന്ത് പറ്റി? ബ്രോ സ്റ്റാർട്ട് ചെയ്തു. എന്താണത്? എനിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട് ബ്രോ. യോൻ പൊട്ടം കളിക്കണം ബ്രോ. എടാ ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്യുന്നേ? ഡബ്ല്യു. ബ്രോ ഒന്ന് ഇറങ്ങി ബ്രോ, ഒന്ന് വരൂ കൂടെ, ഒന്നൊരു കാര്യം പറയാന്. അല്ല ബ്രോ പറഞ്ഞ ബ്രോ എവിടെയായിരുന്നു? ബ്രോ അതില് വണ്ടി കയറുമ്പോ എന്താ കാണിക്കുന്നേ? എന്തെങ്കിലും കീ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? മീൻസ് വണ്ടി കയറുമ്പോ ബ്രോ അതിന് സ്വിച്ച് അമക്കണം ബ്രോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പം ബ്രോ കല്യാണം കഴിഞ്ഞ് ബ്രോ റൂമിൽ കേറി, ബ്രോ കാര്യങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ നടക്കൂലല്ലോ. കേറിയിട്ട് സ്വിച്ച് അമക്കണം. കല്യാണവും വണ്ടിയും തമ്മിൽ എന്താണ് വണ്ടിയും പെണ്ണൊക്കെ വന്ന ഒന്നുപോലെ തന്നെ. ബ്രോ ചെയ്താലും കാര്യങ്ങൾ നടക്കും. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ ഒന്നുമില്ല. എടാ ഞാനതീ കേറി ഓൺ ആക്കുന്നുണ്ട്, അത് ഓൺ ആവണില്ല. അതിന്റെ സൈഡിൽ ഹെച്ച് അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ല ബ്രോ. ആദ്യം ജി നിക്കുക, അത് കഴിഞ്ഞ് ഹെച്ച് നിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ജി നിക്കുക. സിമ്പിൾ. കേറിക്കോ. കേറി ഓണായി. കണ്ട അച്ഛനെ ഇത്രേ ഉള്ളു പരിപാടി. അടിച്ച് ഞാൻ ചെപ്പക്കുറ്റി നീരാക്കും. വണ്ടി നന്നാക്കി കൊടുത്തിട്ട് ഓട്ടിക്കാൻ പറഞ്ഞും കൂടെ മനുഷ്യനെ ഓടിയാക്കാൻ. ഒന്നുമില്ല മച്ചാനെ, ഒന്നുമില്ല. ഇത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല അച്ഛനപ്പോ ഞാൻ കുറച്ച് റൈസായി, അതിന് ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഈ അതെ തീർച്ചയായിട്ടും ബ്രോനെ പോലുള്ള ഒരു മാന്യനൊക്കെ സോറി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഈ സിറ്റിയിലൊക്കെ തന്നെ. എവിടെ ബ്രോ? നോക്കട്ടെ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്രോ വന്നിട്ടില്ല.
എന്തിനാ പുള്ളിനെ തള്ളുന്നേ? ബ്രോ കിട്ടിയില്ല. വന്നിട്ടില്ല. ഒന്ന് സെൻഡ് ചെയ്യോ? സെൻഡ് ചെയ്തിട്ടുണ്ട്. വന്നോ. സൂര്യനാ? അത് ഞാൻ. ഞാനാണ്. ഡേവിസ് അല്ലേ? ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്ന് അങ്ങനെ പറയില്ല മച്ചാനെ, അങ്ങനെ പറയാം. നമ്മുടെ സ്വന്തം നമ്മളെ വില കളയരുത്. സെൽഫ് റെസ്പെക്ട് ആണ് മുഖ്യം. ഞാനാരാന്നറിയാ? തോള്. മറ്റേ നമുക്കൊരു ട്രിപ്പ് പോയാലോ? എന്തായാലും കണ്ടുമുട്ടിയല്ലേ? വണ്ടി ഉണ്ടോ? അത് എന്ത് ചോദ്യം മച്ചാനെ, കമോൺ. എന്താടാ തീ വണ്ടിയാണുള്ളത്? മച്ചാനെ ബ്രോ ആര്? ഒറിജിനൽ കാർബൺ ഫൈബർ ആണോ? പിന്നെ ബ്രോ എത്ര രൂപ വണ്ടിക്ക്? എല്ലാം കൂടെ 4 CR. ബ്രോ റിച്ച് ആണല്ലേ? ബ്രോയുടെ എത്ര രൂപ ഉണ്ട്? അങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അല്ല സീനില്ല, നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ചോദിക്കാം, നോ പ്രോബ്ലം. ബ്രോയുടെ പേരെന്താ? ഫ്രണ്ടിന്റെ പേര് ചോദിച്ചില്ല, മറന്നുപോയി. സാനി ഡെക്ലസ് സാനി, ഷോർട്ടായിട്ട് സാനി എന്ന് വിളിച്ചാൽ മതി. ആ ഞാൻ ഗാങ്ങിലുണ്ട്. അതെ ഉണ്ട്. AGA. ഏതാ ആ ചുമ്മാ ബ്രോയ്ക്ക് ഇത്രയും വണ്ടിയൊക്കെ. ബ്രോ ഒരു മിനിറ്റ് ബ്രോ, നമ്മൾ ഗാങ്ങിലുണ്ടെങ്കിലേ പൈസ ഒന്നും ആരും കൊണ്ട് തരൂല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. പൈസ ഇല്ല ബ്രോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഗാങ് ഫണ്ടായിട്ട്. ഗാങ്ങിലുണ്ടെങ്കിലും ഒരു 5 കോടി കൊടുക്കണം മന്ത്ലി. 5 കോടിയാ? ആ അപ്പൊ നമ്മൾ പണി എടുക്കാണ്ട് പൈസ ഉണ്ടാക്കാൻ വകുപ്പുണ്ടോ? മച്ചാനെ ഇറങ്ങി ചോദ്യം ചോദിക്കരുത്. ഈ ബ്രോയ്ക്ക് പണി എടുക്കാൻ പറ്റത്തില്ല, റോബറി ചെയ്യാൻ പറ്റത്തില്ല, എന്നിട്ട് ബ്രോയ്ക്ക് പക്ഷെ പൈസ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ, ഇപ്പൊ ബ്രോന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? വേണം. ഓക്കെ, പിന്നെ ഉള്ളെല്ലാം വേണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബ്രോയ്ക്ക് ഒരു റോൾസ് റോയ്സ്, BMW എല്ലാം വേണം. ഓക്കെ ബ്രോ, കയറി. താങ്ക് യു ബ്രോ, താങ്ക് യു. ഞാനിവിടെ കയറിക്കോട്ടെ ബ്രോ? ഞാനെന്തിനാ അപ്പുറത്ത് പോയിരിക്കുന്ന? മച്ചാൻ എല്ലാം വേണം, പക്ഷെ പണിയെടുക്കും. പക്ഷെ ഞാൻ ചോദിക്കണം മച്ചാൻ ഈ മീൻസ് വെറുതെ നടന്നിട്ട് എന്താ കാര്യം? മച്ചാൻ ഈ വെറുതെ നടന്നിട്ട് എന്താ കാര്യം? അതാദ്യം എന്റെ അടുത്ത് പറഞ്ഞേ. മച്ചാനെ പണിയെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, മച്ചൻ വെറുതെ നടന്നിട്ട് വരിക, പക്ഷെ മച്ചാന് ആഗ്രഹമുണ്ട്. മച്ചാനെ നമുക്ക് വേണ്ടിയിട്ട് ആരും നമുക്ക് കൊണ്ട് തരത്തൊന്നുമില്ല മച്ചാനെ, അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും മച്ചാൻ. ഞാൻ തന്നെ ഈ വണ്ടി ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചതല്ല മച്ചാനെ, സത്യം പറഞ്ഞ ഈ വണ്ടി ഞാൻ തന്നെ മീൻസ് എനിക്ക് ഈ വണ്ടി ഞാൻ എടുക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഈ വണ്ടി നോക്കി പോവാറുണ്ട്. അവിടത്തെ സ്റ്റാഫ് പറഞ്ഞെന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ബാക്കിയുള്ള കസ്റ്റമറിനെ ശല്യം ചെയ്യരുതെന്നാ എന്റെ അടുത്ത് പറഞ്ഞു. അത് ചിലപ്പോ അവന്റെ ടാക്ടിക് അല്ലേ? എന്നിട്ടും ബ്രോ അവന്റെ വണ്ടി വാങ്ങിച്ചില്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ മച്ചാനെ. ബ്രോയെ പ്ലേ ചെയ്താണെങ്കിലോ? ഇല്ല മച്ചാൻ, ഇല്ല. ഞാൻ എന്നിട്ട്
ഒരു 2 മാസം പട്ടിപ്പണി ചെയ്ത് മച്ചാനെ, ഉറങ്ങാതെ. ഉറക്കമൊന്നുമില്ല എനിക്ക് നൈറ്റ്. ഇടയ്ക്ക് കിറങ്ങി ബ്രോ ട്രക്ക് ജോബ് ചെയ്യാറുണ്ടോ? ട്രക്ക് ജോബ്? ആ ബ്രോ, അതെ അതെ, ഇടയ്ക്ക് കിറങ്ങി വീഴും, ആരെങ്കിലും അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ. ലെവൽ എത്ര? ലെവൽ എത്ര? നിനക്കെല്ലാം അറിയടാ ബ്രോ. ബ്രോ ട്രക്ക് ജോബ് മാക്സിമം ഡിസ്റ്റൻസ് കൂട്ടിയാ മതി. എത്ര ലെവൽ എത്ര ബ്രോ? എനിക്ക് 4ഉം 5ഉം ആണ്. ഇപ്പം കുറെ ദിവസം കൊണ്ട് ട്രക്ക് ജോബ് ചെയ്യാറില്ല. നെഞ്ചിനടുത്ത് ചെറുങ്ങിയെത്തിക്കാൻ നെഞ്ചിനകത്ത് പടർന്ന് പിടിക്കവേ എനിക്ക് മോട്ടിവേഷൻ ആയ പിടിക്കടലിളക്കി വരുന്നത് പോലെ അത്രേ ഉള്ളു മച്ചാനെ. ഇനി മച്ചാൻ ആലോചിച്ച് നോക്ക്, മച്ചാൻ ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ മച്ചാനെ? തളരുകയില്ല ശകലവും കിടക്കുകയില്ല ശകലവും നാട്ടെടുത്തിന് നാട്ടകട്ടില്ല. അത്രേ ഉള്ളു മച്ചാൻ. ഇപ്പൊ മച്ചാൻ തന്നെ ഒരു ആഗ്രഹം കാണും, എനിക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ട് വേണം. മച്ചാനെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം വരും, പൈസ ഉണ്ടെങ്കിൽ എല്ലാം വരും. ഞാൻ ഇങ്ങനെങ്കിലും പറയുമെങ്കിലും എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും വലിയ താല്പര്യമില്ല. മനസ്സിലായല്ല, ജോലി ചെയ്ത് ജീവിക്കണം. അത്രേ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടായ പോരെ? യവന്റെ കൂട്ട് മച്ചാൻ വിടണം, എന്നാലേ മച്ചാൻ നന്നാവും. നെഞ്ചിലെടുത്ത് തുടങ്ങിയ ബ്രോ, എനിക്ക് ബ്രോ ഇത് മതി ബ്രോ. വാ വാ വാ, നമുക്ക് ജോലി ചെയ്യാം. വാ വാ, എനിക്ക് ജോലി ചെയ്യണം. വാ, എന്ത് ചെയ്യണം? ബ്രോ ഈ കൂറ ഉടുപ്പിട്ടോണ്ട് നടന്നോ ഇവിടെ മൊത്തം? മച്ചാൻ ഒരു 20 ലക്ഷം രൂപ ഒരു പണി ചെയ്തോ എന്ത് പറയാണ്? 20 ലക്ഷം? ഹലോ, ഇല്ല മച്ചാനെ, പോയില്ല. 20 ലക്ഷം? എടാ ഇവിടെ ഫ്യൂല് തീർന്നല്ലോ, സ്റ്റോക്ക്. ഓണർ ആരാ ബ്രോ? ഞാനൊരു പമ്പ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കും. പമ്പിന് എത്ര? ചത്തടാ മച്ചാനെ. ഹലോ, ചത്താ? ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ ഫ്യൂല്. വീട്ടി ചേടാ, ഇല്ല. എന്റെ കയ്യില് നോക്കട്ടെ. കയ്യിലെത്ര ഉണ്ട്? ആവശ്യത്തിനുണ്ട് ബ്രോ. എത്ര ഉണ്ട്? ആവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞില്ലേ ബ്രോ? ഒരു പിച്ചക്കാരൻ, ഞാനൊരു പിച്ചക്കാരൻ അല്ല ബ്രോ. ഈ ബ്രോ ഒരു റിച്ച്. ഓ, ജാക്കറ്റ് ആയിട്ടുണ്ടോ? തുടങ്ങിയ നെഞ്ചിനകത്ത് പടർന്ന് പിടിക്കുക വരുന്നത് പോലെ. എടാ ഇന്ന് ഫുള്ളും കഷ്ടകാലം ആണല്ലോ. ബ്രോയുടെ റൈഫിൽ ഉണ്ടോ ബ്രോ? കാർബൺ റൈഫില്? ഇല്ല മച്ചാനെ, ഇല്ല. അല്ല ബ്രോ, ഇല്ല മച്ചാനെ, ഇല്ല. മച്ചാനെ ഇന്ന് ഫുള്ളും കഷ്ടകാലം ആണല്ലോ മച്ചാനെ. ഹലോ, ഇവിടെ ക്യാൻ വാങ്ങാൻ പറ്റുമോ പറഞ്ഞിട്ട്? പ്രീമിയം റെഗുലർ അല്ല മച്ചാനെ, ഇത് ഇന്നൊരു ഫ്യൂലില്ല, അതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്. തള്ളി നീക്കാണ്ടി വരുമല്ലോ. എനിക്ക് ആവശ്യത്തിന് കാണിക്കുന്നുണ്ടല്ലോ. ഫ്യൂലൊന്നും ഇല്ല. ചേടാ അടുത്തിന് എവിടെ? ഒരു കാര്യം ചെയ്യാം. ഹലോ, വേറെ വണ്ടി ഉണ്ടോ? ഇല്ല, വേറെ വണ്ടി ഇല്ല. ഫോൺ എടുത്ത് വിളിക്കും വണ്ടി, മറ്റേ നോർമൽ വണ്ടി വിളിക്കും എയർപോർട്ടിൽ നിന്ന്.
ഹലോ ബ്രോ. ഹലോ പറയേ എന്താണ്? ബ്രോ പണിയെടുക്ക് ബ്രോ ഒന്ന്. എന്തിനാടാ പണിയെടുക്കുന്നേ? എനിക്ക് ബ്രോയെ കണ്ടട്ടെ. ആ ഇടിക്കരുത്, ഞാൻ ചത്തു. സോറി ബ്രോഡ് ഇതുണ്ടോ? ഹെൽത്ത് ഒക്കെ ഉണ്ടല്ലോ. ഇല്ലടാ, വളരെ കുറവാണ്. പ്രീമിയം എത്ര ഉണ്ട്? ഒരു എത്ര അടിക്ക് റെഗുലർ. ഞാൻ എങ്കിൽ ബ്രോയെ കാർ അടിച്ചുവല്ല, അപ്പോഴത്തെ ആന്റിവീഡിയൻ സിസ്റ്റം വന്ന് ഓട്ടോമാറ്റിക് HP ആയി. ഉള്ളതാണോടാ. ആ പറയുന്നു. ബ്രോ നെക്കാവുള്ള ജി എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും, അത് മാത്രമേ നെക്കാവുള്ളൂ. ടു റീസ്പോൺ എന്ന് പറഞ്ഞാണ്, അതൊന്ന് നെക്ക് ചെയ്ത് എടാ ബ്രോ വണ്ടി ഇടിച്ചു പറ്റി. വന്നോ ആന്റിവീഡിയോ സിസ്റ്റം വന്നിട്ട് ഇതാവാനോ ഫുള്ള് HP ആവാനോ. വന്നോ വണ്ടി ഇടിച്ചു വന്നോ. ഫ്യൂലില്ലടാ, ഒട്ടുമില്ല. വേറെ വണ്ടി ഇല്ല? എന്റെ വണ്ടി ഇല്ല വേറെ. അല്ല എന്റെ വണ്ടി ഉണ്ടല്ലോ, ഒരു ഞാൻ വിളിക്കാം. മണ്ട ഫ്യൂവൽ ഇല്ലാന്ന് പറയാൻ വീണ്ടും സ്റ്റാർട്ട് ആകണം. എങ്ങാനും സ്റ്റാർട്ട് ആയാലും എനിക്ക് കൊടുക്കത്ത ഐശ്വര്യ ബ്രോ. ഐ ആം ട്രാപ്ഡ്. വി ആർ ട്രാപ്ഡ് ബ്രോ. ബ്രോ ഒരു പാട്ട് പാടാവോ? എങ്ങനെ ക്രിസ്ത്യൻ പെട്ട് മതിയാ? അതാ എന്റെ വണ്ടി ഒന്നോ. ആ പാടിക്കോ. എടാ ഇവിടെ സാധനം ഉണ്ടല്ലോ. അടിക്കുന്ന സ്ഥലമല്ലേ ബ്രോ? അല്ല, ചാർജർ. ബാറ്ററി ചാർജർ ആണല്ലേ. അവനെവിടെ? അവനെന്തിയേ? ആ അവനവിടെ ഉണ്ട്. ഷേടാ ഇവിടെ വരുമോ നോക്കിയോ? അവിടെ വന്നു. ബ്രോയ്ക്ക് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ടേ? ആ അതെ പെട്രോൾ ആണ്. അതെവിടെ? വേറെ പമ്പാണോ അടുത്ത്? എടാ എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നേ? മാർക്ക് ചെയ്തിട്ടുണ്ട്. എടാ എന്ത് ബിൽഡിംഗ് ആടാ ഇത്? എനിക്കറിയത്തില്ല ബ്രോ. മിസ്റ്റർ അപ്പം നിങ്ങൾ ഈ ജോലിക്ക് പോകാതെങ്ങനെ സിറ്റിയിൽ സർവൈവ് ചെയ്യുന്നേ? ബ്രോ ഇതേപോലെ ബ്രോയിനെ പോലെ കൂട്ടുകാരെ കാണും, പിന്നെ അവരൊക്കെ ഇങ്ങനെ ഒരു ഡൊണേഷൻ ഒക്കെ. ബ്രോ ചുമ്മാതാ ബ്രോ, ഞാൻ ജോലിക്ക് പോകും. അപ്പൊ പക്ഷേ ബ്രോ ഞാൻ തെറ്റി ബ്രോ, ഞാൻ ഡൊണേഷൻ തരത്തില്ല. കാരണം ഞാൻ തന്നു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് അതൊരു ശീലമാവും. ബ്രോ പണി എടുക്കത്തില്ല. ബ്രോ ഞാൻ ജോലിക്ക് പോകും, എനിക്ക് ഡൊണേഷൻ വേണ്ട. അല്ല ഞാൻ ഈ പുള്ളിയുടെ കാര്യം പറഞ്ഞ. മറ്റേ ആവുമ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ബ്രോ, ഒരു ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ബ്രോയ്ക്ക് കിട്ടും. അയ്യോ നിങ്ങൾ മില്ലിലൊക്കെ പോകത്തില്ലേ പണി ചെയ്യാൻ? എനിക്കതെന്താന്ന് പോലും അറിയില്ല ബ്രോ. അപ്പൊ അപ്പം ബ്രോയ്ക്ക് അറിയാത്ത ബ്രോ ഒരു മീൻസ് ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് 20-25 കിട്ടും മാക്സിമം. ബ്രോ ഒരു 3-4 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി ബ്രോന്റെ കയ്യിലിരിക്കും. ബ്രോ മാട്രിക്സിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബ്രോ. ബ്രോ പണിയെടുക്കുക, കാശ് ഉണ്ടാക്കുക, അതാണ് ഈ സിറ്റിയുടെ പ്രത്യേകത. പണി എടുക്കാതെ കാശുണ്ടാക്കുക. അപ്പം കുനിഞ്ഞിരുന്ന് മൂഞ്ചിക്കും. അപ്പോഴും പണി എടുക്കണ്ടേ ബ്രോ? ഒരു അതിശക്തി പറഞ്ഞ അതീ കയറി പിടിച്ചോളും. പണി എടുക്കാതെ പൈസ ഉണ്ടാക്കുക. ഇല്ലടാ നിനക്കില്ലടാ പൈസ. അല്ല 50 ഒരു 60,000 രൂപ കഷ്ടമുണ്ട്. പ്ലീസ് ബ്രോ. എടാ എന്റെ പൈസ ഇല്ല. 60,000 രൂപ പിന്നെ? ഇല്ലടാ ഇല്ല. അയ്യോ 60,000 രൂപയ്ക്ക് എത്തിച്ചതരം കാണിക്കല്ലേ.
എടാ എന്റെ ഇല്ലാന്ന്. ബ്രോ ഓരോ കേട്ടാ വയ്ക്കാൻ ചായം പരിപ്പാടയും. എനിക്ക് പഴങ്കഞ്ഞി മതിയടാ, അതാകുമ്പോ വെള്ളവും കൂടെ കിട്ടുമല്ലോ. പ്ലസ് ഡീസൽ പ്രീമിയം എടുത്ത പുള്ളി എന്താ തല കൈ വെക്കുന്നേ? എടാ ഇവിടെ ഇല്ലല്ലോടാ ഫ്യൂൽ, എന്ത് പറ്റി ഇന്ന് ഓ മൈ എല്ലാവർക്കും ഗോഡ് സിറ്റിയില്? മാൻ. മച്ചാനെ ഇതെനിക്ക് ആദ്യമായിട്ട് കാണാം. എടാ ഫ്യൂൽ ഇല്ലെങ്കിൽ പിന്നെ ക്യാനിൽ എങ്ങനെ അടിക്കൂടാ? മണ്ടനാണ് അവൻ. മണ്ടൻ തന്നെ. ഇവരുടെ ബാർബറിന്റെ പേരെന്താ? ബാർബർ ഒന്നുമില്ല. എന്താ ഒന്നുമില്ലാത്തെ? വണ്ടി ഓടി ആരെങ്കിലും വണ്ടി ഓടി. നമുക്ക് ജിഡിഎം കളിക്കാൻ പോയാലോ? ഓക്കെ, അതെ ജിഡിഎം കളിക്കാൻ പോകാം. വീഡിയോ ഇല്ല ബ്രോ, ഇല്ല പണിയെടുക്കണം. ഇവിടെ ഉണ്ടോ ഫ്യൂല്? ഇവിടെ നോക്കട്ടെ. ഷേടാ പ്രീമിയം എടാ ആയിരിക്കാന്. മതിയാ. താങ്ക് യു ബ്രോ, താങ്ക് യു. ഗ്യാസിന് 70,000 രൂപയോ? ഇത് ഗ്യാസാണോ? ഹലോ ഒന്ന് മാറി ഒന്ന് മാറി. എടാ കീഴൊക്കെ അടിക്കുന്ന നമുക്ക് എന്തേലും ചെയ്താലോ? പക്ഷെ ആ ക്യാൻ ഒന്ന് വാങ്ങാൻ പറ്റുമോ നോക്കി. എനിക്ക് കാണിക്കുന്നില്ല. എനിക്കൊന്നും കാണിക്കുന്നില്ല മാൻ. ഹലോ എനിക്ക് കാണിക്കുന്നുണ്ട്. ഒന്ന് വാങ്ങിച്ചേ മച്ചാനെ, ഒന്ന് വാങ്ങിച്ചേ. പൈസ ഉണ്ടോ? പൈസ തരാൻ മച്ചാനെ. നിനക്കല്ലടാ ഇപ്പൊ 70,000 എന്റെ തന്നെ. 70,000 രൂപയ്ക്കൊന്നും ഗ്യാൻ കിട്ടത്തില്ല. പിന്നെ എത്രയാ? അല്ലെ എന്റെ 70,000 രൂപ തരാം. അത് ഞാൻ 70,000 രൂപ തരാം. അതെനിക്കൊന്ന് ബാങ്കിലോട്ടാക്കി തരാം. എന്റെ ക്യാം അയക്കാനുള്ള പൈസ ഇല്ല. 5 ലക്ഷം രൂപ ഇല്ല. എടാ ഞാൻ ഇപ്പൊ വരാം, വേടാ ഒരു മിനിറ്റ്. പ്രീമിയം ഇപ്പൊ ഒരു മിനിറ്റ്, എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ വരാം. ബ്രോ 70,000 രൂപയ്ക്ക് എത്ര പെട്രോൾ കിട്ടും? എത്ര ലിറ്റർ കിട്ടും? ബാങ്ക് കിട്ടി സാധനം കിട്ടി. എടാ വാടക പോവാം. സാധനം കിട്ടി.
ഇവിടെ അല്ലേടേ? കേറിക്കോ. കേറടാ, ഓൻ ചത്താ? എന്ത് വിലയാ ബ്രോ? 70,000 ബ്രോ ഒരു ക്യാൻ വാങ്ങണമെങ്കിൽ 4,50,000 രൂപ, അല്ലാതെ ഫുൾ ഡീസൽ അടിക്കണമെങ്കിൽ എനിക്കൊന്ന് 6 ലാക്ക് എന്ന് തോന്നുന്നു. എന്റെ 4,51,000 രൂപ ഉണ്ട്. പിന്നെ 70,000 രൂപ ക്യാഷ് ആയിട്ടുണ്ട്. ഓക്കെ. എങ്ങോട്ടാ പോകുന്നേ? വണ്ടിയിൽ തിരിച്ച് വണ്ടിയിൽ. ഓക്കെ. ഇതാരാ ഗ്യാങ്ങാ? ഞാൻ കണ്ടില്ല. ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് സ്പീഡ് കാരണം കണ്ടില്ല ബ്രോ. ആരടാ? എടാ ബെറോ എടാ ഹലോ. ഹലോ ബ്രോ. ഹലോ എടാ നിനക്ക് പരീക്ഷയില്ലേ? ഹലോ ബ്രോ, കേക്കാവോ? നിനക്ക് പരീക്ഷയില്ലേന്ന്? ആ ശരിയാ ബ്രോ, എനിക്ക് പരീക്ഷ, ഞാൻ പോവാൻ പോവാ. പോ ബ്രോ ഈ വണ്ടി എടുത്തോട്ടോ. ഈ വണ്ടി അവിടെ കൊണ്ടിട്ടേക്കണം മുതിക്കില്. ആടാ ഇട്ടേക്കാടാ. ഹലോ ബ്രോ, കേക്കാവോ? എന്ത് പറ്റി പോകുന്നുണ്ടോ? ഞാറടി. എന്ത് പറ്റി? അല്ല അവൻ സിറ്റിന്ന് പോവാ. ഓക്കെ. ബ്രോടെ പോവാ. ഡേയ് ബ്രോ വരുന്നുണ്ടോ? ബ്രോ ഇവന്റെ വണ്ടി എനിക്ക് മുതുക്കി ഇടണം, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ.
അച്ഛൻ ബി ചാർലി എവിടെ? ബ്രോ എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? ഹലോ മറ്റവൻ ആശുപത്രി കിടക്കും. അച്ചു ഹലോ. ഈ മെഡിസിൻ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. ആന്റിബയോട്ടിക് 5mg ആണത്. സിറ്റിയിൽ പുതിയതാണോ മച്ചു? ഇതാരാ? മച്ചുവിന്റെ അടുത്ത്. മച്ചു സിറ്റി പുതിയതാണോ? രാവിലെ ബുക്ക് ചെയ്ത ആൾക്കാർ കൊണ്ടുപോകുന്നതാണ്. കേട്ടില്ല. നൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറ, രാവിലെ വർക്ക് എടുക്കൂലെന്ന് പറ. മച്ചാന്റെ പേരെന്തേ? സാനി. മച്ചാന്റെ പേരെന്തോ കേട്ടില്ല. മച്ചാന്റെ പേര് ചോദിച്ചു. സാനി. നിങ്ങളെ വോയിസ് കേട്ടൂടാ കേട്ടോ. മച്ചാനെ സാനി. സാനി. ഓക്കെ. മച്ചാൻ എത്ര വർഷമായി സിറ്റിയില്? ഞാൻ 1.5 കൊല്ലായി. ഓക്കെ. അപ്പം ഞാനാണ് കുറച്ച് സിറ്റിയിൽ പുതിയതാന്ന് തോന്നുന്നു. അല്ല, ഞാൻ വന്നിട്ടേ ഒരു മാസമായി കാണും. ഓക്കെ. എന്ത് ചെയ്യുന്നു സിറ്റിയില്? ട്രക്കിന്റെ ബിസിനസ്. ഓക്കെ. ചെയ്തു. ഓക്കെ. ഇത് അച്ഛന്റെ ഫ്രണ്ടാണോ ഇത്? അതെ. പേരെന്താ? എന്റെ ആണോ? അതെ മച്ചാനെ, അതെ. സലീം. ഓക്കെ. അല്ല, മച്ചാന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് എൽദോ. ഓക്കെ. ശരി മച്ചാനെ, കാണാം. ഓക്കെ. എവിടെ പോയാ? ചേടാ. ആരും ഇല്ലല്ലോടെ സിറ്റിയില്. ഐഡിയ അറിയാൻ പറ്റുമോ ഇതില്? ഹലോ. പറഞ്ഞോടാ. എന്താണ് പരിപാടി? എന്ത് പരിപാടി മച്ചാനെ, ഇങ്ങനെ അങ്ങ് നിക്കുന്നു. എന്താ മച്ചാനെ, സാഡ് ആണല്ലോ? സാഡ് ഒന്നുമില്ല മച്ചാനെ, ഐ ആം ഹാപ്പി മച്ചാൻ. പരിപാടി എന്തെങ്കിലും ഉണ്ടോ മച്ചാൻ? പരിപാടി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പട്ടുപോയി. എന്താണെന്ന് ചോദിച്ചാൽ നത്തിങ് മച്ചു.
ബട്ട് വൈ? അതാണ് പറഞ്ഞ, ഒന്നുമില്ല, അതിന് റീസൺ പ്രത്യേകിച്ചില്ല. നോ റീസൺ. നിങ്ങള് ഗ്യാങ്ങിലൊക്കെ ഉള്ളല്ലേ, രണ്ടുപേരെയും കൊന്നൂടെ? അച്ഛനെ നമുക്ക് ഈ വള്ളി പിടിക്കുന്ന സ്വഭാവം ഇഷ്ടമില്ല. നമ്മൾ ടേക്ക് റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അത്രേ ഉള്ളൂ. ഓക്കെ മച്ചാനെ സിറ്റി ഒക്കെ ഒന്ന് കൊണ്ട് കാണിക്കാവോ? മച്ചാൻ ചെറിയ വള്ളി കേസാണെന്ന് തോന്നുന്നു. എന്താ മച്ചാനെ അങ്ങനെ ഒരു ടോക്ക്? അല്ല, ഒരാൾ വന്നിട്ട് വെറുതെ കമ്പനി ആവുന്നു, സിറ്റി കൊണ്ട് കാണിക്കാൻ പറയുന്നു, അതിന്റെ ഇടയ്ക്ക് മച്ചാൻ എന്നെ മച്ചാനെ ഞാൻ വന്നിട്ടൊരു 3 മണിക്കൂർ ആവുന്നേ ഉണ്ട്. സിറ്റി വന്നിട്ട് 3 മണിക്കാ? ഒരു ലോജിക്കില്ലാത്തൊരു ഇതാണല്ലോ മച്ചാനെ. സംതിങ് എന്താ മച്ചാനെ logic ഇല്ലാത്തെ? ഇപ്പൊ മച്ചാന്റെ കൂടെ വന്നെന്ന് വിചാരിച്ചോ, മച്ചാൻ എന്നെ ഇങ്ങോട്ടൊരു പോക്ക് പോവും. പിന്നെ മച്ചാൻ ഫയലേക്ക് ചോദിക്കും, എന്റെ കയ്യിൽ ഫയലേക്ക് കാണത്തില്ല. പിന്നെ മച്ചാൻ എന്നെ കത്തിക്കും. പിന്നെ എനിക്ക് അതല്ലേ മച്ചാനെ, മച്ചാനെ കത്തിക്കണേ? അതൊക്കെ മച്ചാന്റെ കയ്യിലിരുന്നാ മതി. ഇത് ഐക്യു സേനയാണ് മച്ചാനെ. എന്നെ 100% ട്രസ്റ്റ് ചെയ്യാൻ മച്ചാനെ. എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. മച്ചാൻ ഇങ്ങനെ പറയുന്നുള്ളവരെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പാട്. പിന്നെ എങ്ങനെ പറയുന്നതിന് മച്ചാൻ ട്രസ്റ്റ് ചെയ്യും? ഞാൻ അതേപോലെ പറയാം. ഇപ്പൊ ഞാൻ മച്ചാന്റെ അടുത്ത് പറഞ്ഞില്ല മച്ചാനെ, ഞാൻ ജസ്റ്റ് ഒരു ഊഹമാണ് പറഞ്ഞത്. അതിന്റെ ഇടയ്ക്കാണ് മച്ചാൻ പറഞ്ഞത് എന്നെ ട്രസ്റ്റ് ചെയ്യുമെന്ന്. നോർമലി ഒരാൾ പറയണത് മച്ചാൻ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മച്ചാൻ എന്റെ കൂടെ വന്നാ മതി എന്നാ പറഞ്ഞത്. സംതിങ് ഫിഷി മച്ചു. ഇപ്പൊ എന്റെ കുറ്റമാണ് മച്ചാനെ. മച്ചാനെ സിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു, എനിക്കിതൊന്നും അറിയില്ല. ശരി മച്ചാനെ, വാ 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 വാ. ആ മച്ചാനെ എന്റെ കൂടെ 10-20 ബോഡി ഗാർഡ്സ് പറഞ്ഞതിന് മച്ചാന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് ബോഡി ഗാർഡ്? ഒരു കുഴപ്പം. എടാ നിങ്ങള് വരണ്ട. മച്ചാനെ പിന്നെ പറഞ്ഞോ, എന്താണ് കാര്യം? എന്ത് കാര്യം മച്ചാനെ? വന്നതല്ലേ ഉള്ളു. നീ എവിടെ? ഹലോ സാനി. എടാ വരണ്ട, കുഴപ്പമില്ല, ഐ ആം സേഫ്. അച്ഛനൊന്നും ചെയ്യില്ല. ആരാ കൊണ്ടുപോയ? ഇല്ലടാ, സേഫ് ആണ്, വരണ്ട. പേടിപ്പിക്കാൻ വേണ്ടി കാണിക്കണ കോപ്രായ. എടാ വരണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ല. 10-20 ആൾക്കാരൊന്നും വരണ്ട. നീ എവിടെന്ന് പറ. എടാ വേണ്ടടാ, ഇങ്ങനെ നിർബന്ധിക്കല്ലേ എന്നെ, ആവശ്യമില്ല. നിന്നെ കണ്ടു തന്റെ നിന്ന് കളിക്കുന്നത്. മച്ചാൻ ആരാ ശരിക്കും? ശരി, എന്താ? ഞാനൊരു കോമൺ മാൻ മച്ചാനെ. 20 പേരൊക്കെ വിളിച്ചാ വരുവോ? ഇതൊക്കെ എന്ത് മച്ചാനെ? ഓക്കെ. നമ്മൾ അതിന്റെ ജാടയൊന്നും കാണിക്കാറില്ല മച്ചാനെ. നമ്മളെപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക്. അതില്ല. പിന്നെ മച്ചാന്റെ പേരെന്താ? ഡേവിസ്. ഓ, ഗ്യാങ് ആണോ മച്ചാനെ? മച്ചാൻ പുതിയതാണോ സിറ്റി? ഇന്ന് വന്നതോ? 3 മണിക്കൂറായി. ഓ, ഗ്യാങ് ചേരാൻ താല്പര്യമുണ്ടോ? എനിക്ക് അറിയില്ല മച്ചാനെ പറ്റി. ചാർലി എവിടെടാ? ഞാൻ ട്രക്ക് ജോബാ. നീ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് ട്രക്ക് ജോബ് ചെയ്യടാ, ചെയ്ത് ലെവല് കൂട്ടറാ, പൈസ ഉണ്ടാക്കടാ. ഒരു കോടിയൊന്നും വേണ്ട. ഒരു വേണ്ട മച്ചാനെ. 10 കോടി തരാന്ന്. 10 കോടിയൊന്നും വേണ്ട. നീ ഏതോ എന്തേലും തരാൻ ഒരു ഇല്ലാട്ടാ. 100 കോടി തരാന്ന്. അതൊക്കെ മച്ചാന്റെ ഇഷ്ടം. ഞാൻ അങ്ങോട്ട് വരാം. മച്ചാൻ പൈസ എടുത്ത് വെച്ചിരുന്നു. ഞാൻ
ഞാൻ വരില്ല, ഞാൻ ഇപ്പൊ വേറെ ഓട്ടത്തിലാണ്. ഞാൻ ഇല്ല, നീ അവിടെ ദാറ് വേണ്ട, ഏതോ പെണ്ണിനെ വിളിച്ചോണ്ട് വരെയാണ്. 100 അല്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി സമയമുള്ളപ്പോ. കുഴപ്പമില്ല, സീനില്ല. മച്ചാനെ പറഞ്ഞോ. അല്ല എന്താണ് ഈ കോടിയാണല്ലോ ഫുള്ള്. എനിക്ക് തരാനുള്ള കേശ. 100 കോടിയാ മച്ചാ. എനിക്കൊരു എന്നാ മച്ചാനെ ഒന്നും പറയുന്നില്ലല്ലോ. കേട്ടില്ല മച്ചാനെ. എങ്ങനെ കേട്ടില്ല? അല്ല എനിക്കൊരു 1 കോടി ഇട്ട് വരുന്നു, എനിക്ക് നല്ലതായിരുന്നു. ഇല്ല മച്ചാനെ, ഫണ്ടൊന്നും ഇപ്പൊ ഇല്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, സീനില്ല. തരില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല മച്ചാനെ. കൊള്ളാം മച്ചാ. ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഞാനൊരു കാര്യം ചെയ്യാം മച്ചാന്, പോയിട്ടേ ഒരു 6 lakh എടുത്ത് തരാം. ഓക്കെ. ബാങ്ക് ഇവിടെ. മച്ചാൻ്റെ പൈസ ഒന്നുമില്ലേ? മച്ചാനെ പുതിയതാണ്. അല്ല മച്ചാനെ, പൈസ കിട്ടുമല്ലോ മച്ചാനെ. എനിക്ക് 1 CR അല്ല 1 CR അല്ല, എനിക്ക് ഒരു 30-40 ലക്ഷം കൈ കാണുമല്ലോ. അതില് ഫോണ് വാങ്ങിച്ചു, പിന്നെ റേഡിയോ വാങ്ങിച്ചു, ഇപ്പൊ ഒരു 14 ലക്ഷം ഉണ്ട്. പിന്നെ ഒരു വണ്ടിയും കിട്ടൂല മച്ചാന്. വണ്ടി കിട്ടിയില്ല. വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് ഫോണ് വാങ്ങണ്ട വന്നു, റേഡിയോ വാങ്ങണ്ട വന്നു. ഒന്ന് വെയിറ്റ് ചെയ്യാം മച്ചാനെ. ഓക്കെ. ലാക്ക് അച്ഛൻ ഒമ്പറാവോ? യെസ്. എടുത്തോ മച്ചാനെ, എടുത്തോ. എങ്ങനെയാ മച്ചാനെ എടുക്കുന്നേ? F2. ഓ 4 ലക്ഷം. ഹാപ്പി അല്ലേ? മച്ചാൻ ഇങ്ങനെ പൈസ ഒക്കെ തരുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കേറാവോ? കേറ്. ഓക്കെ. താങ്ക്സ് മച്ചു. മച്ചാന് കാറും കൂടി എടുത്തരാം. കാറാ? മച്ചാൻ ഇങ്ങനെ ദാനശീലനാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്ത് മച്ചാനെ, കോടികൾ കയ്യിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്കൊരു മാറ്ററേ ഇല്ല. ഓക്കെ. ഞാനും മച്ചാനെ പോലെ ആയിരുന്നു. ഞാനും മച്ചാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ മച്ചാനെ. എനിക്ക് സിറ്റിയിൽ വന്നപ്പോ ഒരു പരിചയമില്ല. മീൻസ് ഞാൻ ഇതുപോലെ ആരെങ്കിലും കാണുമ്പോ അവരെന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ വേണ്ടാന്ന് പറയും മാക്സിമം. പിന്നെ ചിലവര് തന്നിട്ട് അങ്ങ് പോവും. മനസ്സിലായി? അപ്പൊ ഞാൻ അതെ. അപ്പൊ മച്ചാൻ അവിടെ നിക്കണ കണ്ടപ്പോ ഇനി ഞാൻ എന്നെ തന്നെയാണ് മച്ചാനെ കണ്ടത്. ജോബൊക്കെ അറിയാമോ മച്ചു? അച്ഛനെ പോയാ? പിള്ളേരൊക്കെ വിട്ടിട്ട് വന്നാണ്. ഭാര്യയും പിള്ളേരാ സിറ്റി കയറുന്നതിന് മുമ്പേ? വേറെ ഒരാളുടെ ഭാര്യയായിരുന്നു. അച്ഛൻ ഇങ്ങനൊന്നും ഞെട്ടിക്കില്ല കേട്ടോ എന്നെ. കേറിക്കൂ. എന്തിനാ മച്ചു ഭാര്യയും പിള്ളേരൊക്കെ? അല്ല എന്റെ അല്ല വേറെ ആരുടെ. എന്താണ് മച്ചു വന്നപ്പം തൊട്ട് സീനാണല്ലോ. എന്താ മച്ചു അങ്ങനെയൊക്കെ ഒരു ടോക്ക്?
മച്ചാനെ എനിക്ക് താല്പര്യമില്ല കേട്ടോ ഈ ഗേൾസിന്റെ കൂടെ. പിന്നെന്താണ് വോയിസ് ആണാ? ആ എന്റെ പൊന്ന് മച്ചാനെ, ഞാൻ ഈ സിറ്റിയില് എനിക്ക് തോന്നണ ഞാൻ മാത്രമായിരിക്കും കേട്ടോ ഇങ്ങനെ സിഗ്മ കളിച്ചു കിടക്കണേ. അഥവാ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാലും റയറായിട്ട് സംസാരിച്ചാലേ, അല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കി അങ്ങ് വിടും. അതാ നല്ല മച്ചാനെ, വള്ളിയാവും. ആ സത്യം 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 തലയിലാവും മച്ചു. സത്യം മച്ചു. മറ്റേ ആകുമ്പോ ഇങ്ങനെ പറന്ന് കിടക്കാൻ പറ്റൂ ഒരു ബാധ്യത കിട്ടാതെ. അതെ 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 അതെ. ഇവിടെ എവിടെ ആ മച്ചു ഇവിടെ ഒന്ന് കണ്ണു വെച്ചേ, ഇവിടെ ഒന്ന് കണ്ണു വെച്ചേ. ഓക്കെ, എന്തൊക്കെയോ വരുന്നുണ്ട്. കൺഫേം കൊടുത്തേ, കൺഫേം കൊടുത്തേ. അതെടുത്തേ അതെടുത്തേ അതെടുത്തേ. ആ ഫോൺ കിട്ടിയല്ല, കാറും കിട്ടിയല്ല. ഓ സീൻ തന്നെ മച്ചാനെ. അത്രേ ഉള്ളു. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും കിട്ടുമോ? ആ മാമനല്ല എക്സ്പാൻഡ് സിറ്റി ഇരിക്കണവന്മാര്. ന്യൂ പ്ലെയറിന് മാത്രം. മച്ചാന് ഒരവസരം കിട്ടിയ അടിച്ചങ്ങ് കേറിക്കൊള്ളണം. അടുത്ത് മച്ചാന് ജോബ് ചെയ്ത് പരിചയമുണ്ടോ? ഇല്ല മച്ചാനെ. ബാ 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 അതും സെറ്റ് ആക്കാം. ബാ, ഈ വണ്ടി ഇവിടെ ഇട്ടാ കുഴപ്പമുണ്ടോ? അതേ മച്ചാന്റെ കൂടെ പറഞ്ഞു. മച്ചാനെ ഒരു ഇത് ഇവിടെ 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 ഗാരേജ് എന്തെങ്കിലും ഉണ്ടോ? ഗാരേജിൽ കൊണ്ടിട്ടാ മതി. അല്ലെങ്കിൽ മച്ചാനെ അടുത്ത് പിന്നെ സ്പോൺ ആവത്തില്ല. ആരെങ്കിലും സേഫ് സോണിൽ കൊണ്ടിട്ടാ മച്ചാന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. മച്ചാൻ ഒരു കാര്യം ചെയ്യും, എന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഫോളോ പതുക്കെ പോണേ. ആ ഓക്കെ 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 ഓക്കെ. മച്ചാനെ വാ വാ വാ. എടാ ചാർലിടാ, സിറ്റിയിൽ ഒരുത്തൻ പുതിയത്. അവന്റെ വിചാരം ഞാൻ കോടീശ്വരൻ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കണത്. കൊളവാക്കല്ലേ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണോ അവനെ കൊണ്ട്. നീ കേറ്റി പോയി കേട്ടോ, ഒരു 200 കോടി ആസ്തിയുള്ള പയ്യനെന്ന് കേറ്റി പോയി. ഞാൻ ഇവിടെ ജോലി ചെയ്തല്ല ഇതുണ്ടാക്കണ. ഇവിടെ ഒന്ന് ഇതുപോലെ ഇത് ഇപ്പം ഗാരേജ് ആണ്, സേഫ് സോണിന്റെ അകത്താ മച്ചാൻ. ഇതുപോലെ സ്ഥലങ്ങൾ വരുമ്പോ ഈ ഉദിക്കാൻ മതി, അപ്പൊ വണ്ടി ഇതായിക്കോളും, ഓട്ടോമാറ്റിക്കാ ഗാരേജിൽ പോയിക്കോളും. ക്ലിയർ അല്ലേ? വാ വാ വാ, ഇനി എൻ്റെ കൂടെ.
ഇതാണ് ട്രക്ക് ജോബ് മച്ചാൻ ഇവിടെ വന്നിട്ട് ട്രിക്ക് എന്ന് വെച്ചാൽ മതി. അപ്പം ഓക്കെ ക്യുക്ക് ജോബ് എന്ന് പറഞ്ഞ് കാണും. അതില് മച്ചാൻ ഇപ്പൊ ആദ്യം കൊണ്ട് ഡിസ്റ്റൻസിൽ 7-8 കിലോമീറ്റർ ചെയ്യാൻ പറ്റൂല. ഒരു 2 കിലോമീറ്ററിന്റെ ഇങ്ങോട്ടാ മച്ചാൻ ഇങ്ങോട്ടാ. ഇവിടെ വന്നിട്ട് മച്ചാന്റെ ആ ഒരു ആൾട്ട് ഒതുക്കിയിട്ട് ഇത് അപ്പൊ ഒരു ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ട്രക്ക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു വരും. വന്നായിരുന്നോ? അതില് ഓപ്പൺ കൊടുത്തിട്ട് ക്യുക്ക് ജോബ് എന്ന് പറഞ്ഞ് കാണും. കാണുന്നുണ്ട്. അതില് ആദ്യം മച്ചാൻ 7-8 ഒക്കെ കാണും. അതില് മച്ചാന് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഡിസ്റ്റൻസ് ഇല്ലാത്തോണ്ട് നമുക്ക് മച്ചാൻ അത്ര വലിയ ജോബ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിന് ഒരു 2-3 അതിന്റെ അകത്തുള്ള ജോബ് മാത്രമേ മച്ചാൻ എടുക്കാൻ പറ്റൂ. മച്ചാൻ പോയിന്റ് കൂട്ടിയാ മതി. ആ എടുത്തോ. ഇതാണ് എന്റെ ഫ്രണ്ട് ചാർലി. നമ്മള് സിറ്റിയിൽ മച്ചാൻ കമ്പനിയാ. ഇത് ചാർലി ഇതെന്റെ ഫ്രണ്ടാ. പുതിയ 3 മണിക്കൂറായിട്ടുള്ളൂ സിറ്റി വന്നിട്ട്. ഫ്രണ്ടിന്റെ പേരെന്താ? ഡേവിസ്. പുള്ളിക്കൊമ്പിലാണല്ലോ പിടിച്ചിട്ടുള്ള കൂട്ട്. ഇതാരാണെന്നറിയാവോ? ഇല്ല, ആരാ? ഈ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ പണക്കാരനല്ല ഒരാൾ. ഇവന്റെ ഇല്ലാത്ത കാറുകളില്ല, ബൈക്കുകളില്ല, അറിയാവോ? അതെങ്ങനെയാ ലെവലിലെത്തിയ മച്ചാൻ? പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ തിയറി. കോടികളാണ് ഉണ്ടാക്കുന്നത് ഈ മച്ചാൻ. അതും എല്ലാ ബിസിനസ്സും ഉണ്ട്, ഇല്ലീഗൽ ബിസിനസ് എല്ലാം. മച്ചാനെ കണ്ടിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. നല്ല ടിപ് ടോപ്പ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതാണ് ബിസിനസ് ആണ്. ഇദ്ദേഹത്തിന് ബോഡി ഗാർഡ്സ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ആൾക്കാര് എല്ലാം ഉണ്ട്. കാണാനല്ലേ, ഇദ്ദേഹമാണ് അതിലെ ഡോണ്. അതാണ് ഈ എക്സിക്യൂട്ടീവ് ലുക്ക് ലീഡർ. കാണുന്നവരല്ല ലീഡറിന്റെ സൂപ്പർ മച്ചാൻ സീൻ തന്നെ കേട്ടോ. സീനാണ്. ചാർലി മച്ചാന്റെ മുഖത്തെന്ത് പറ്റി? പാട്? അതൊക്കെ സ്വാഭാവിക. അതൊരു വാറ് കഴിഞ്ഞു വാറിന വഴിയാ. ചാർലി അറിയാമോ? ഈ സിറ്റിയിലെ സെക്കൻഡ് പണക്കാരനാണ് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. പണക്കാരൻ മാത്രമല്ല, ഞാൻ യുദ്ധക്കള വീരൻ വെടിവീരൻ. എന്നോട് മുട്ടി നിൽക്കി ഈ സിറ്റിയിൽ ചാർലി മാത്രമേ ഉള്ളൂ. അതാണ് വെടിയല്ല വീരനാ ഞാൻ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കൊണ്ട് സാധിക്കില്ല. പോട്ടെ മച്ചാനെ, ജോലി ചെയ്യണം. പോയിട്ടോ മച്ചാനെ, ഇത് ജോബ് എടുത്താ മച്ചാ. ഞാനൊരു ആക്കിയിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ എവിടെയാ പോണ്ടേ? അവിടെ മാപ്പില് നീല എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? കണ്ട് അങ്ങോട്ടോ. അതാണ് ട്രക്ക്. പറഞ്ഞുതരാം. മച്ചാനെ, ഇത് പണിയെടുക്കല്ലേ? മച്ചാനെ പണിയെടുക്കാം. എനിക്കൊന്ന് എത്ര 5 lakhs 3 lakhs എത്ര ആദ്യം കാണിച്ചേ? അയ്യോ, ഞാൻ കണ്ടില്ല. എല്ലാത്തിലും നിൽക്കുക. ഏത് പറഞ്ഞ കേറിക്ക മച്ചാനായിട്ട് നീല കാണിക്കുന്നു ട്രക്ക്. എടുക്കാണ്ട സ്റ്റോക്ക് ഒരു നീല ഒരു ഇതുപോലെ കാണിക്കും ആരോ. അത് എടുത്താ മതി. അതെടുത്തിട്ട് അവിടെ കൊണ്ടുപോകണോ? അതെ അവിടെ കൊണ്ടുപോകണം. ഓക്കെ, താങ്ക് യു മച്ചാൻ. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മച്ചാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ഇറങ്ങി ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ട്. ഓക്കെ, അതില് എന്നെ മീൻസ് ആൾട്ട് ഒതുക്കിയിട്ട് എന്നെ സെലക്ട് ചെയ്യും. അതില് ഷെയർ നമ്പർ എന്ന് പറഞ്ഞു കാണും. ഓക്കെ, ചെയ്തിട്ടുണ്ട് മച്ചാനെ. കിട്ടിയോ മച്ചാൻ? ഡേവിസ് അല്ലേ? ഡേവിസ്, അത് തന്നെ. ഇല്ല മച്ചാൻ, സേവ് ചെയ്യട്ടെ.
എന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, കിട്ടിയില്ലേ? മച്ചാനെ ഫോൺ എടുത്തോ മച്ചാനെ, ഫോൺ എടുത്തോ. അതില് കിട്ടി. ഫ്രണ്ടി വന്ന് കിടക്കാം, അത് ഓക്കെ അവിടുത്തെ. യെസ് ഡക്ലസ് സാനി സീനി അതെ 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 അതെ, സാനി സാനി. സാനി ഓക്കെ സോറി മച്ചാൻ. കിട്ടിയില്ലേ? Yes, ഓക്കെ മച്ചാൻ, കിട്ടി. മച്ചാന് ഇത് മീൻസ് ആവശ്യം വരുമ്പോ ഫോൺ എടുക്കുക, ആ പേര് സെലക്ട് Yeah. ചെയ്യുക, കോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തൊക്കെ ആവശ്യത്തിന് മച്ചാനെ വിളിക്കാം? എന്താവശ്യത്തിനും വിളിച്ചോ, സീനില്ല. ഇപ്പൊ ഒരു പയ്യനായിട്ട് പ്രശ്നമായി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, നമ്മളവിടെ പറന്നെത്തും. ശരിക്കും? ശരി. പിന്നെ ഒരു കാര്യം, പെണ്ണേസിനെ വിളിക്കരുത്, ഞാൻ അത് ആദ്യമേ പറയാം. ഇല്ല അത് വിളിക്കാം മച്ചാനെ, വിളിക്കില്ല. പക്ഷെ എനിക്കിപ്പോഴും അതിപ്പോ പറയാം, മച്ചാന്റെ ഭാഗത്തൊരു ശരി ഉണ്ടായിരിക്കണം. എനിക്ക് മാത്രമേ അതെ എനിക്ക് മാത്രമേ വിളിക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിരിക്കാൻ പറ്റൂല. മച്ചാനെ എന്റെ ഭാഗത്ത് ശരിയാണ് എല്ലാ പ്രാവശ്യവും കൂടുതലും. അല്ലെങ്കിൽ അവരടുത്ത് പറഞ്ഞാ മതി, സാനിയുടെ ആളെന്ന് പറഞ്ഞാ മതി, സീനില്ല. ഇടി എക്സ്ട്രാ കിട്ടുമോ മച്ചാനെ? പക്ഷെ എടാ അത് പറഞ്ഞു നോക്ക് മച്ചാ, അപ്പൊ അറിയാം സാനിയുടെ പവർ. സാനിയുടെ ഓറാണെ ഓക്കെ, അവന്മാരുടെ ഓറാണെ ഇച്ചിരി പണിയാണ് മച്ചാനെ. ഇല്ല അത് ഞാൻ മച്ചാനെ എന്റെ പേരും പറഞ്ഞ മച്ചാന് ഒരിടത്തും അടി കിട്ടൂല. ഉറപ്പാണ്? അതെ ഉറപ്പാ. എനിക്കങ്ങനെ വള്ളി പിടിക്കുന്ന സ്വഭാവമൊന്നുമില്ല മച്ചാനെ, ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒക്കെ. ശരി മച്ചാനെ, കാണാം. ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, എന്തായാലും വിളിക്കാം മച്ചാനെ. ഓക്കെ താങ്ക് യു മച്ചാനെ. മച്ചാൻ ദൈവത്തെ പോലെ കേട്ടോ. ഇല്ല മച്ചാനെ, ഇതൊക്കെ എന്താ മച്ചാനെ, ഇതൊക്കെ നമ്മുടെ കടമയല്ലേ. ഒരു ഫോട്ടോ തരാമോ മച്ചാനെ? തരാം ഫോട്ടോ തരാം. ഞാൻ എടുത്തരാം ഫോട്ടോ, ഞാൻ എടുത്തരാം. മച്ചാനെ ഒന്ന് നിന്നാ മതി, എടുത്തരാം, കൂടെ നിന്നാ മതി. മച്ചാ അവ റോങ് അല്ല മച്ചാ. എടാ നോക്കി പോടാ, തരത്തി പോയി കളിടാ, പോടാ. മച്ചാ അവന്റെ വണ്ടി ഇടിച്ചു മച്ചാ. മച്ചാ സാനി, ഞാനാണ് വണ്ടി ഓട്ടിക്കണേ, തോക്കെടുത്ത് അടിച്ചളയല്ലേ. ഓക്കെ ഇല്ല അവരെ ഞാൻ എടുത്തോളാം. മച്ചാൻ വേറെ ഫോട്ടോ എടുക്കാനേ. ഓക്കെ ഇവിടെ ഫോട്ടോ. ട്രക്കിന് സമയപരിധി വല്ലതും ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. കിട്ടി. ഓക്കെ ഹലോ, സോഫയിട്ടിരിക്കുന്ന ചേട്ടാ ഒന്ന് മാറുവോ? മച്ചാ എന്താ ഇവിടെ നടക്കുന്നേ? ഇത് വാടേ ഇത് എടാ മച്ചാൻ ഒരു മിനിറ്റ് ഒരു പോസ് നോക്കിക്കോട്ടെ മച്ചാ. ഓക്കെ മച്ചാൻ, ഇത് സെറ്റാണ് മച്ചാ. എടുത്തോ ഫോണിന്റെ ഫോട്ടോ മച്ചാൻ, കൂടെ ഫോട്ടോ എടുക്കട്ടെ. നിന്ന് വെച്ചാ മച്ചാൻ അനങ്ങാ നിക്കണേ. മച്ചാനെ എടുത്തിട്ടുണ്ട്. അവിടെ പുറത്ത് എക്സ്റ്റാൻ സിറ്റിയുടെ അവിടെ ഫോട്ടോ കാണും, അവിടെ ചെന്ന് നോക്കിയാൽ മതി. ഓക്കെ മച്ചാ, എന്തായാലും നോക്കിയേക്കാം കേട്ടോ. താങ്ക് യു. ശരി ഓക്കെ താങ്ക് യു ബൈ. ചാർലി പറയടാ. നീ അവൻ ആരാ? എനിക്ക് അറിഞ്ഞൂടാ, പുതിയതായിട്ട് വന്നേ. പിന്നെ അവന്റെ അടുത്ത് പിന്നെ പുതിയതായിട്ട് വന്നവന്റെ റേഡിയോ ഒക്കെ എങ്ങനെ? അവൻ ഗ്യാങ് വല്ലാണോ? ഇല്ല അത് ഞാൻ എടുത്തു കൊടുത്തതാ. നമ്മൾ 4 പേരോട് പോയതാ.
മച്ചാനെ ട്രെൻഡിങ് ഒക്കെ ആണല്ലോ ഈഗിളിന്റെ മുഖമൊക്കെ വെച്ച് എന്തുവാടേ